മലയാള സിനിമാ നടന്മാരുടെ ആദ്യത്തെ സിനിമകൾ ഏതായിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് പ്രശസ്ത മലയാള നടന്മാരുടെ ആദ്യത്തെ സിനിമകളും അതുപോലെ തന്നെ അവരുടെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങളുമാണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കാണുന്ന പല നടന്മാരും ഇന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിയതിനു പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. ഇത്തരം നടന്മാരുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം മമ്മൂട്ടി തന്നെയാണ്. ഇന്ന് ഇദ്ദേഹം മലയാള സിനിമയിലെ തന്നെ മുൻനിര നായകന്മാരിൽ ഒരാളാണ്. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി ആദ്യമായിട്ട് സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ അഭിനയത്തിൽ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചു തീർത്തത് 425-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇനി വരാനിരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറുപ്പ് സിനിമയുടെ റൈറ്റർ ഡയറക്ടറായി ചെയ്യുന്ന ആദ്യത്തെ ചിത്രം, ഇതിൽ മമ്മൂട്ടി ഒരു സൈക്കോ കഥാപാത്രമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് മഹേഷ് നാരായണന്റെ ചിത്രം, അതുപോലെ മമ്മൂട്ടി, അമൽ നീരദ്, ഇതൊക്കെയാണ് മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് മോഹൻലാലാണ്. മലയാള സിനിമയിലെ മറ്റൊരു പേര് കേട്ട നടനാണ് മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടൻ എന്നത്. 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെയാണ് ലാലേട്ടൻ ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഈ ഒരു ചിത്രത്തിലൂടെ ഇദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം എന്നത് അന്നത്തെ കാലത്തെ 2000 രൂപയായിരുന്നു. വർഷങ്ങൾക്കപ്പുറം ഇന്ന് ഇദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചു തീർത്തത് 400-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇനി നമുക്ക് ലാലേട്ടന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നത് സത്യൻ അന്തിക്കാടിന്റെ ഒരു ചിത്രം, അതുപോലെ തന്നെ ആവേശം ചെയ്ത ജിത്തു മാധവന്റെ മറ്റൊരു ചിത്രം എന്നീ 2 ചിത്രങ്ങളിലാണ് ഇദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് DQ അഥവാ ദുൽഖർ സൽമാനാണ്. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ദുൽഖർ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ 13 വർഷത്തെ സിനിമാ കരിയറിൽ അഭിനയിച്ചത് 43-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഓതിരം കടകം, സൂര്യ 43 എന്നീ 2 ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന 2025-ലെ ഏറ്റവും പുതിയ ദുൽഖർ സൽമാന്റെ ചിത്രങ്ങൾ എന്നത്. ഇനി നാലാമതായിട്ട് വരുന്നത് പൃഥ്വിരാജാണ്. 2002 പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം എന്നത് വെറും 19 വയസ്സ് മാത്രമായിരുന്നു. ഇന്ന് പൃഥ്വിരാജ് തന്റെ 23 വർഷത്തെ സിനിമാ കരിയറിൽ അഭിനയിച്ചു തീർത്തത് 94-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു പ്രൊഡ്യൂസർ കൂടിയാണ്. കാലിയാൻ, സെലാർ 2, ടൈസൺ എന്നീ ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന 2025-ൽ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് ടൊവിനോ തോമസ് ആണ്. 2012 പുറത്തിറങ്ങിയ പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിൽ ഒരു ഹാസ്യ നടനായി കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. തന്തവൈബ്, നരിവേട്ട, ഫോറൻസിക് 2, അവരൻ എന്നീ ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ടൊവിനോ തോമസിന്റെ 2025-ൽ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ എന്നത്. ആറാമതായിട്ട് വരുന്നത് ആസിഫ് അലിയാണ്. 2015 പുറത്തിറങ്ങിയ കോഹിനൂർ എന്ന ചിത്രത്തിലൂടെയാണ് തന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. 10 വർഷത്തെ തന്റെ സിനിമാ കരിയറിൽ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 52-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രമാണ് ആസിഫ് അലിയുടെ റിലീസിനെത്തിയ ഏറ്റവും പുതിയ സിനിമ എന്നത്. ഏഴാമതായിട്ട് വരുന്നത് ഫഹദ് ഫാസിലാണ്. 2002 പുറത്തിറങ്ങിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഫഹദ് ആദ്യമായിട്ട് സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് എത്തുന്നത്. ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ, ഓക്സിജൻ, മറീസ്യൻ എന്നീ ചിത്രങ്ങളാണ് 2025-ൽ റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫഹദിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്നത്. ഇനി എട്ടാമതായിട്ട് വരുന്നത് ദിലേഷ് പോത്തൻ. 2011 പുറത്തിറങ്ങിയ സാൾട്ട് ഇൻ പേപ്പർ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം കൈകാര്യം ചെയ്തുകൊണ്ടാണ് പോത്തൻ സിനിമയിലേക്ക് എത്തുന്നത്. തുടർന്ന് അങ്ങോട്ട് ഇയോബിന്റെ പുസ്തകം, ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള എന്നീ 2 ചിത്രങ്ങൾ ഇദ്ദേഹത്തെ കൂടുതൽ ജനശ്രദ്ധ നേടാൻ സഹായിച്ച 2 ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം മലയാള സിനിമയിലെ ഒരു പേര് കേട്ട ഹാസ്യ നടനാണ്. കോളാമ്പി, ലിയാൻസ്, റോൻ എന്നീ ചിത്രങ്ങളാണ് വരാനിരിക്കുന്ന ദിലേഷ് പോത്തന്റെ പുതിയ ചിത്രങ്ങൾ എന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു
പ്രൊഡ്യൂസർ കൂടിയാണ്. 9-ാമതായിട്ട് വരുന്നത് ഉണ്ണി മുകുന്ദനാണ്. 2011 പുറത്തിറങ്ങിയ നന്ദനം എന്ന തമിഴ് ചിത്രത്തിന്റെ മലയാള ഭാഗമായ സിദ്ധ്യാൻ എന്ന ചിത്രത്തിലൂടെയാണ് ഉണ്ണി ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം തമിഴിലും മലയാളത്തിലുമായിട്ട് 32-ലധികം വരുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഗന്ധർവ ജൂനിയർ, മിണ്ടിയും പറഞ്ഞും എന്നീ 2 ചിത്രങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമകൾ എന്നത്. 10-ാമതായിട്ട് വരുന്നത് നെസിലിനാണ്. 2019 പുറത്തിറങ്ങിയ തെണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നെസിലിൻ ആദ്യമായിട്ട് അഭിനയത്തിലേക്ക് സിനിമയിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്ന് നെസിലിൻ തന്റെ 6 വർഷത്തെ സിനിമാ കരിയറിൽ അഭിനയിച്ചു തീർത്തത് 16-ലധികം വരുന്ന ചിത്രങ്ങളാണ്. പ്രേമാലു 2 എന്ന ചിത്രമാണ് വരാനിരിക്കുന്ന നെസിലിന്റെ ഏറ്റവും പുതിയ ചിത്രം എന്നത്. 11-ാമതായിട്ട് വരുന്നത് നിവിൻ പോളി. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് നിവിൻ പോളി ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ 15 വർഷത്തെ സിനിമാ കരിയറിൽ അഭിനയിച്ചത് 28-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ആക്ഷൻ ഹീറോ ബിജു 2, ശേഖരവർമ്മ രാജാവ്, സഫാരി ഇതൊക്കെയാണ് നിവിൻ പോളിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ എന്നത്. 12-ാമതായിട്ട് വരുന്നത് ബിജു മേനോൻ. 1994 പുറത്തിറങ്ങിയ പുത്രൻ എന്ന ചിത്രത്തിലൂടെയാണ് ബിജു മേനോൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. മദ്രാസി എന്ന ചിത്രമാണ് വരാനിരിക്കുന്ന 2025 ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ബിജു മേനോൻ ചിത്രം എന്നത്. 13-ാമതായിട്ട് വരുന്നത് സുരാജ് വെഞ്ഞാറമൂട്. 2002 പുറത്തിറങ്ങിയ ജഗപൊക എന്ന സിനിമയിലൂടെയാണ് സുരാജ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചു തീർത്തത് 250-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. കോമഡിയിലും ഹാസ്യ നടനായുമെല്ലാം തന്റെ അഭിനയ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് സുരാജ് എന്നത്. നരിവേട്ട എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റെ റിലീസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം എന്നത്. 14-ാമതായിട്ട് വരുന്നത് സിദ്ദീഖാണ്. 1985 പുറത്തിറങ്ങിയ ആ നേരം അല്പദൂരം എന്ന ചിത്രത്തിലൂടെയാണ് സിദ്ദീഖ് ആദ്യമായിട്ട് സിനിമയിലേക്ക് അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളിൽ തന്റേതായ അഭിനയ മികവിലൂടെ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് 154-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. മാർക്കോ എന്ന സിനിമയാണ് ഇദ്ദേഹത്തിന്റെ റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രം എന്നത്. ഇനി 15-ാമതായിട്ട് വരുന്നത് ജയസൂര്യയാണ്. 2002 പുറത്തിറങ്ങിയ ഊമ പെണ്ണിന് ഉരിയാടപ്പൻ എന്ന ചിത്രത്തിൽ നായക വേഷം അഭിനയിച്ചുകൊണ്ടാണ് ജയസൂര്യയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം മലയാളത്തിലും തമിഴിലുമായിട്ട് അഭിനയിച്ചത് 36-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. കത്തനാർ എന്ന ചിത്രമാണ് വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ജയസൂര്യയുടെ സിനിമ എന്നത്. 16-ാമതായിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബൻ. 1997 പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് ചാക്കോച്ചൻ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ 28 വർഷത്തെ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ചത് 90-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഓഫീസർ എന്ന ചിത്രമാണ് റിലീസിനെത്തിയ ചാക്കോച്ചന്റെ ഏറ്റവും പുതിയ ചിത്രം എന്നത്. ഇനി 17-ാമതായിട്ട് അവസാനമായിട്ട് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് സലീം കുമാർ ആണ്. 1997 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൽ ചെറിയൊരു കോമഡി വേഷം കൈകാര്യം ചെയ്താണ് സലീം കുമാർ ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം കോമഡിയിലും മറ്റു ഹാസ്യ നടനായുമെല്ലാം തന്റെ സിനിമാ കരിയർ അഭിനയിച്ചു തീർത്തത് 107-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിന്റെ റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രം എന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ നടന്മാരുടെ ലിസ്റ്റിൽ നിങ്ങളെ ഇഷ്ട താരം ഏതാണ്? അതുപോലെ തന്നെ വരാനിരിക്കുന്ന ആരുടെ സിനിമയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്